ഭാഗവതം ക്യാൻറ്റോ 3 ചാപ്റ്റർ 17. ഭാഗവതം സ്കന്ധം 3 അധ്യായം 17. മൈത്രേയ ഉവാച നിശമ്യാത്മഭുവാഗീതം കാരണം ശങ്കയോച്ഛിതാഃ തതഃ സർവേണ്യവർത്തന്ത ത്രിദിവായ ദിവൗകസഃ തിതിസ്തു ഭർത്തുരാദേശാദപത്യപരിശങ്കിനി പൂർണേ വർഷശതേ സാധ്വി പുത്രൗ പ്രസുഷുവേയമൗ ഉത്പാദാ ബഹവസ്തത്ര നിവേദുർജായമാനയോഃ ദിവി ഭുവ്യന്തരിക്ഷേ ജലോകസ്യോരുഭയാവഹാഃ സഹാചലാ ഭുവശ്ചേലുർദിശഃ സർവാ പ്രജജ്വലുഃ സോൽക്കാശ്ചാശനയക്പേദുഃഖേദവശ്ചാർത്തികേദവഃ വവൗ വായു സുദുസ്പർശഫൂത്കാരാനീരയന്മുഹുഃ ഉന്മൂലയന്നഗപദീൻ വാത്യാനീകോരജോധ്വജഃ ഉദ്ദസത്തടിദംഭോദഘടയാ നഷ്ടഭാഗണേ വ്യോംനി പ്രവിഷ്ടതമസാ നസ്മവ്യാദൃശ്യതേ പദം ശുക്രോശവിമനാവാർധിരുദൂർമിക്ഷുഭിദോദരഃ സോദപാനാശ്ച സരിതശ്ചുക്ഷുഭുക്ഷുഷ്കപങ്കജാഃ മുഹുഃ പരിതയോ ഭൂവൻ സരാഹോ ശശിസൂര്യയോഃ നിർഘാദാരഥനിർഹ്രാദാ വിവരേഭ്യഃ പ്രജജ്ഞിരേ അന്തർഗ്രാമേഷു മുഖദോ വമന്ദ്യോ വന്യമുൽബണം സൃഗാലോലൂകടങ്കാരൈ പ്രണേദുരശിവം ശിവാഃ സംഗീതവദ്രോദനവദ്യുന്നമയ്യ ശിരോധരാം വ്യമുഞ്ജൻ വിവിധാ വാചോ ഗ്രാമസിംഹാസ്തതസ്തതഃ ഖരാശ്ച കർക്കശൈഷത്തഃഖുരൈർഘ്നന്തോധരാതലം കാർക്കാരരഭസാമത്താഃ പര്യധാവൻവരൂദശഃ രുദന്തോ രാസഭത്രസ്താ നീടാദുതപതൻ ഖഗാഃ കോശേരണ്യേ ജപശവശ്യഗൃന്മൂത്രമകുർവത ഗാവോത്ര സന്നസൃഗ്ദോഹാസ്തോ യദാ കൂയവർഷിണഃ വ്യരുദൻ ദേവലിംഗാനി ദ്രുമാപേതുർവിനാനിലം ഗ്രഹാൻ പുണ്യതമാനന്യേ ഭഗണാംശ്ചാഭിദീപിതാഃ അതിചേരുർവക്രഗത്യാ യുയുധുശ്ച പരസ്പരം ദൃഷ്ട്വാന്യാംശ്ച മഹോത്പാദാനതത്തത്വവിദഃ ബ്രഹ്മപുത്രാൻ ഹൃദേ ഭീതാ മേനിരേ വിശ്വസംപ്ലവം താവാദിദൈത്യൗ സഹസാ വ്യജ്യമാനാത്മപൗരുഷൗ വവൃതാദേശ്മസാരേണ കായേനാദ്രിപതീവ ദിവി സ്പൃശൗ ഹേമകിരീടകോടിഭിർനിരുദ്ധകാഷ്ടൗ സ്ഫുരദംഗദാഭുജൗ ഗാം കമ്പയന്തൗ ചരണൈഃ പദേ പദേ കട്യാസു കാഞ്ചാർക്കമദീത്യതസ്ഥതുഃ പ്രജാപതിർനാമ തയോരകാർഷിധ്യഃ പ്രാക് സ്വദേഹാദ്യമയോരജായത തം വൈ ഹിരണ്യകശുഭും വിദുഃ പ്രജായന്തം ഹിരണ്യാക്ഷമസോദസാഗ്രദഃ ചക്രേ ഹിരണ്യകശുഭുർദോർഭ്യാം ബ്രഹ്മവരേണ ച വശേ സപാലാം ലോകാം സ്ത്രീനകുതോ മൃത്യുരുദ്ധതഃ ഹിരണ്യാക്ഷോനുജസ്തസ്യ പ്രിയഃ പ്രീതിഹൃദന്വഹം ഗദാപാണിർദിവം വ്യാദോ യുയുത്സുർമൃഗയൻരണം തം വീക്ഷ്യ ദുസ്സഹജവം രണത്കാഞ്ചനനോപുരം വൈജയന്ത്യാസൃജാജുഷ്ടമം സന്യസ്തമഹാഗതം
മനോവീര്യവരോത്സിക്തമസൃണ്യമകുതോഭയം ഭീതാന്നിലില്യിരേ ദേവാസ്താർക്ഷ്യത്രസ്താ ഇവാഹയഃ स वै तिरोहितान् दृष्ट्वा महसा स्वेन दैत्यराट् सेन्द्रान् देवगणान् क्षीबानपश्यन् व्यनदत्पृशम् ततो निवृत्तक्रीडिष्यन् गम्भीरं भीमनिस्वनं विजगाहे महासत्त्वो वार्धिं मत्त इव द्विपः तस्मिन् प्रविष्टे वरुणस्य सैनिका यादो गणाः सन्नधियः ससाध्वसाः अहन्यमाना अपि तस्य वर्चसा प्रदर्शिता दूरतरं प्रदुद्रुवुः सवर्षपूगानुदधौ महाबलश्चरन्महोर्मीन् श्वसनेरितान्मुहुः मौव्याभिजघ्ने गदया विभावरीमासे दिवांस्तादपुरीं प्रचेतसः तत्रोपलभ्यासुरलोकपालकं यादो गणानामृषभं प्रचेतसम् स्मयन् प्रलब्धुं प्रणिपत्य निजवज्जगादमे देह्यधिराजसंयुगम् त्वं लोकपालोऽधिपतिर्बृहच्छ्रवा वीर्यापहो दुर्मदवीरमानिनां विजित्य लोकेऽखिलदैत्यदानवान् यद्राजसूयेन पुरा यजत्प्रभो स एवमुत्सिक्तमदेन विद्विषा दृढं प्रलब्धो भगवानपाम्पतिः रोषं समुद्धं शमयन् स्वया धिया व्यवोचदङ्कोपशमं गदावयम् पश्यामि नान्यं पुरुषात् पुरातनाद्य संयुगे त्वां रणमार्गकोविदम् आराधयिष्यत्यसुरर्षभेहिदं मनस्विनोऽयं गृणदे भवादृशाः तं वीरमाराधभिपद्य विस्मयशयिष्यसे वीरशयेष्वभिर्वृतः यत्त्वद्विधानामसदां प्रशान्तये रूपाणि धत्ते सदनुग्रहेच्छया इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे हिरण्याक्षदिग्विजये 17ोऽध्यायः।